അതോടൊപ്പം തന്നെ അഭിലാല് പുതിയൊരു വിവരം കൂടിയുണ്ടല്ലോ. അത് ഈ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ തന്ത്രി കുടുംബത്തിലെ വിവാഹ ചടങ്ങിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരു വിവരം വരുന്നുണ്ട്. ബ്രഹ്മദത്തിന്റെ വിവാഹ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മന്ത്രി വി എൻ വാസവൻ, എ പത്മകുമാർ എന്നിവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാൽ, അപ്പോൾ പലപ്പോഴും തന്ത്രി കുടുംബം ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, ഈ വിവാദങ്ങൾക്കെതിരെ. അപ്പോൾ പക്ഷേ തന്ത്രി കുടുംബവുമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു, അതിലൊക്കെ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യമാണല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കണ്ഠർ രാജീവരുടെ മകൻ ബ്രഹ്മദത്തന്റെ വിവാഹം ആഗസ്റ്റ് മാസം 25-ാം തീയതിയായിരുന്നു. തിരുവല്ല ഇടിഞ്ഞില്ലം വിജയ കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ ചടങ്ങിൽ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. ഈ വിവാഹ ചടങ്ങിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിക്കപ്പെട്ട അതിഥിയായി എത്തിച്ചേർന്നത്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായി അദ്ദേഹം സംസാരിക്കുകയും ഒപ്പം തന്നെ തന്ത്രി കുടുംബാംഗങ്ങൾക്കൊപ്പവും വി എൻ വാസവനടക്കം മന്ത്രിമാർക്ക് ഒപ്പവും അദ്ദേഹം നിന്നുകൊണ്ട് ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. ആഗസ്റ്റ് 25-ാം തീയതി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ തന്നെ ഫേസ്ബുക്കിൽ ഈ പടങ്ങളിലൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തന്ത്രി കുടുംബത്തിലെ അംഗത്തിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രം കൂടി ദേവസ്വം മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർക്കൊപ്പം അദ്ദേഹം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.